സാഹിത്യത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം. അതായത് നേരത്തെ സാഹിത്യം, അതായത് സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു പോരാട്ടത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തത് സാഹിത്യത്തിലൂടെ വന്ന കവിതകളായിക്കോട്ടെ, കഥകളായിക്കോട്ടെ, നോവലുകളായിക്കോട്ടെ. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ദേശവിരുദ്ധതയും കൂടുതൽ വരുന്നതും ഈ പറയുന്ന സാഹിത്യത്തിലൂടെ തന്നെയാണ്. ആ ഒരു മാറ്റം എങ്ങനെ കാണുന്നു? ഇപ്പം ദേശവിരുദ്ധം എന്നൊക്കെ പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ ആഘോഷിക്കപ്പെടുകയാണ്. ഞാൻ പുതിയ കവിതയുടെ ഒരു വിശകലനം നടത്തുന്നൊരു പങ്ക്തി സാഹിത്യ വിമർശനത്തിൽ എഴുതിയിരുന്നു കുറച്ചു കാലമായിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ ആനുകാലികങ്ങളിൽ വരുന്ന കവിതകളൊക്കെ പരിശോധിച്ചിട്ടാണ് എഴുതുന്നത്. അതിൽ വരുന്ന കവിതകളിൽ മിക്കതിലും ഈ പറയുന്ന ഒരു എലമെൻറ്റ് കാണാൻ കഴിയും. ഒരു സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന ഒരു കവയിത്രി, പേര് ഞാൻ പറയുന്നില്ല, എഴുതിയൊരു കവിതയിൽ പറയുന്നത് ഈ ഒരു രാജ്യത്തെ കൊത്തിമുറിച്ചിട്ട് കറി വെച്ച് ഞാൻ കൊടുക്കും എന്ന് ഒരു പ്രയോഗം കണ്ടു. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിരുന്നു. UGC ശമ്പളം വാങ്ങിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. പക്ഷേ ഈ രാജ്യത്തോട് ഒരു കൂറുമില്ല എന്ന് തെളിയിച്ച് ഈ രാജ്യത്തെ കൊത്തുനുറുക്കി കറി വെച്ച് കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്താ രാജ്യം ഈ കവയിത്രിയോട് ചെയ്തിട്ടുള്ളത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള വിഷയം? ഈ കവിത വന്നിട്ടുള്ള മാധ്യമവാഴ്ച പതിപ്പിലാണ്. മനസ്സിലായല്ലോ, അതിൻ്റെ സന്ദേശം മനസ്സിലായല്ലോ എന്താണെന്ന്. ഇങ്ങനെയുള്ള ദേശവിരുദ്ധമായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായിട്ടും അടച്ചാക്ഷേപിക്കുന്ന, സംസ്കാരം എന്ന് പറയുന്ന വിമർശനത്തിന് അതീതമായ ഒന്നുമല്ല. നമുക്കറിയാം, എല്ലാ സംസ്കാരത്തിലും പ്രശ്നമുണ്ടായിട്ടുണ്ട്, ഭാരതീയ സംസ്കാരത്തിലും പ്രശ്നമുണ്ടായിട്ടുണ്ട്. എന്ന് കരുതി ലോകത്തിലെ മറ്റെല്ലാ സംസ്കാരങ്ങളും മഹത്തരമാണ്, ഭാരതീയ സംസ്കാരം മാത്രം മോശമാണ് എന്ന രീതിയിലാണ് നമ്മുടെ എഴുത്തുകാർ പെരുമാറുന്നത്. ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പ്രൊഫസർ R. നരേന്ദ്രപ്രസാദ് ഒരു ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം നരേന്ദ്രപ്രസാദിനെയൊക്കെ ഇപ്പോഴും എടുത്ത് വായിക്കേണ്ടുന്നത് നമുക്ക് ആവശ്യമാണ്. ഓരോ കാലഘട്ടത്തിലും ചില എഴുത്തുകാരിങ്ങനെ പൊങ്ങി വരുമല്ലോ. ഈ ലേഖനം പ്രസാദ് മാഷ് എഴുതുന്നത് സക്കറിയയും സാറാ ജോസഫും കൂടിയിട്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കിയിട്ട് മലയാളത്തിൽ ഒരു വിഷയം അവതരിപ്പിച്ചു. സാറാ ജോസഫാണ് തുടങ്ങി വെച്ചത്. അതായത് ഭഗവത്ഗീതയുടെ അടുക്കളയിൽ ദളിതൻ്റെ മാംസം വേവുന്നു എന്ന ഒരു പേരിൽ ഒരു ലേഖനം എഴുതി. എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങളെയൊക്കെ ഭാരതീയ സംസ്കാരവും അതിൻ്റെ തത്വചിന്തയുമൊക്കെ അരികുവൽക്കരിക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് നരേന്ദ്രപ്രസാദ് കൊടുത്ത മറുപടി, എനിക്ക് വേണമെങ്കിൽ ബൈബിളിൻ്റെ അടുക്കളയിൽ ഒരുപാട് കാപ്പരികൾ വെന്തിട്ടുണ്ടെന്ന് പറയാം, പക്ഷേ ഞാൻ പറയില്ല. കാരണം എല്ലാ സമൂഹത്തിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമൂഹം വന്നിട്ടുള്ളത് എല്ലാ നന്മയിലൂടെ മാത്രമല്ല, തിന്മയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭാരതീയ സംസ്കാരം മാത്രം എന്തോ വലിയ മോശം, മറ്റ് സംസ്കാരങ്ങളൊക്കെ തന്നെ നല്ലതാണ് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഒരു അജണ്ടയുണ്ടെന്ന് ആദ്യമായിട്ട് സാഹിത്യ വിമർശനത്തിൽ പറയുന്നത് നരേന്ദ്രപ്രസാദാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തെ പോലെ നിരൂപകർ ഇവിടെ ഇപ്പോഴില്ല എന്നുള്ളതാണ് നമ്മുടെ കാലത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. ആരും ചൂണ്ടിക്കാണിക്കാനില്ല ഈ പ്രശ്നങ്ങളെ. ഈ മലയാള സാഹിത്യത്തിൽ വന്നൊരു വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു സംഭവമായിരുന്നു കമല മാധവിക്കുട്ടിയുടെ ഒരു മതം മാറ്റവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും. അതിനെ എങ്ങനെ കാണും? അതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യമാണ്. നോക്കൂ, ആ ഒരു വിഷയത്തിൽ AP അഹമ്മദ് മാഷ് മാത്രമാണ് ശക്തമായിട്ട് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ലോകത്തോട് തുറന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് AP അഹമ്മദ് മാഷാണ് മാത്രമാണ്. ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ആ പുസ്തകം ഇപ്പം കാണാനില്ല നമുക്ക് തീർച്ചയായിട്ടും. അതാരാണ് മതം മാറ്റിയിട്ടുള്ളത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഗൂഢസംഘം എന്താണ്, എത്ര പണം കിട്ടി എന്നിവരെ അദ്ദേഹം അന്വേഷിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ലീലാമേനോൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ സംഭാഷണമൊക്കെ നമുക്ക് കയ്യിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അതൊക്കെ ഈ പറയുന്ന ഈ ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായി എന്തുകൊണ്ടാണ് ആരും പ്രതികരിക്കാൻ പറ്റാതിരുന്നത്? ആർക്കും മുമ്പായിരുന്നെങ്കിൽ അങ്ങനെ ആവുമായിരുന്നില്ല. അപ്പോൾ ഒരു ആ പൊതുബോധത്തിൻ്റെ ഭാഗമായിരുന്നത് കൊണ്ട്, കാരണം ഭൂരിപക്ഷം എപ്പോഴും മോശമാണ്, ന്യൂനപക്ഷം നല്ലതാണ് എന്നുള്ള പൊതുബോധത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊതുബോധത്തിൽ നിന്ന് അവർ ഔട്ടായി കഴിയും. അത് പേടിച്ചുകൊണ്ടാണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നത്. അത് മാധവിക്കുട്ടിയുടെ വിഷയമായാലും ഏത് വിഷയമായാലും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഒരുപാട് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാധവിക്കുട്ടിയുടെ വിഷയം ഒരു വിഷയം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢ ഉദ്ദേശങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരേണ്ടത് നമുക്ക് ആവശ്യമാണ്.